എല്ലാവരും ഇന്നത്തെ നോമ്പ് തുറയ്ക്കോ അതല്ലെങ്കിൽ ഇനി വരുന്ന നോമ്പ് തുറയ്ക്കോ ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവരെന്നോ കുട്ടികളൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്കൊരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ബ്രെഡ് ഞാനെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ആയല്ലോ. അപ്പോൾ ആ ബ്രെഡിൽ നിന്ന് തന്നെ 4 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 2 ബ്രെഡ് ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം അത് നമ്മൾ മുട്ടയിലിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. ശ്രദ്ധിക്കണം, എല്ലായിടത്തും നല്ലതുപോലെ സോക്കായി ഇട്ടണം. മുട്ട എല്ലായിടത്തും നല്ല ഈവനായിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പോക്കറ്റിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മുടെ ബ്രെഡ് ക്രംസ്, അതിലേക്ക് ഇട്ട് നല്ലതുപോലെ എല്ലായിടത്തും നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പൊടി ആയി കിട്ടണം. നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്നാക്കിയെടുക്കുക. ആക്കിയെടുത്തതിന് ശേഷം ബാക്കി എല്ലാം കൂടെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ലതുപോലെ ആക്കിയെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനകത്ത് ഇച്ചിരി സമയം നമുക്ക് പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല തിളച്ച എണ്ണയിലിട്ട് ഇതൊന്ന് വറുത്ത് കോരണം. വറുത്ത് കോരേണ്ട സമയത്ത് നമ്മൾ എപ്പോഴും ബ്രെഡ് എന്ന് പറയുന്ന സംഭവം കൂടുതൽ എണ്ണ കുടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്, നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഇട്ട് അപ്പോൾ തന്നെ നമ്മൾ തവ കൊണ്ട് ഇളക്കാൻ പാടില്ല. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ അതിനകത്ത് ഇട്ട് തന്നെ 3-4 വട്ടം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു കറക്റ്റ് ആ ഒരു പോക്കറ്റിൻ്റെ രീതിയിൽ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടും, പക്ഷേ ഇതേപോലെ പൊങ്ങി വരത്തില്ല. കണ്ടോ, നിങ്ങളിപ്പോൾ കാണുമ്പോൾ പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്കൻഡുകൾക്ക് വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 സെക്കൻഡ് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡ് താണ്ട ഇതേപോലെ ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടും. ഈ ഒരു കളറിൽ 2 സൈഡിലും ആക്കി നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ ആയിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് നല്ലതുപോലെ മൂത്തിട്ട് അപ്പുറത്തെ സൈഡ് തിരിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. പൊങ്ങി വരണമെങ്കിൽ നമ്മൾ 10 സെക്കൻഡ് ഇടവിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണകളെല്ലാം ഇങ്ങനെ പൊക്കിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിലോ അതിനകത്തോട്ട് വെച്ച് ബാക്കിയുള്ള എണ്ണയും കൂടെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിച്ചെടുക്കത്തില്ല. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഫുൾ എണ്ണ അതിനകത്ത് കുടിക്കുക. അതുകൊണ്ട് എല്ലാവരും കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് വറുത്ത് വരാനായിട്ട്. അപ്പോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമുക്കിതിന് 3 പീസ് ചിക്കൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ സാധാരണ നമ്മൾ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല ഒക്കെ ഇട്ട് വറുക്കുന്ന രീതിയിൽ തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടെന്ന കാര്യമില്ല. ഇനിയിപ്പോൾ ചിക്കൻ കറിയുണ്ട്, അതിലെ പീസ് ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അതായാലും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഇതിനകത്ത് ഇനി കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ബ്രെഡ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ഫില്ലിങ്ങിലായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് എടുക്കണം. അതിന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതാകുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ തക്കാളി ഒരു പകുതി തക്കാളി എടുത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസേ ഉള്ളായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വേറെ കുക്കുംബർ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കുക്കുംബർ, ക്യാബേജ് ഇതെല്ലാം ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ ആക്കിയിട്ട് കൊടുക്കുക. അപ്പം ഇച്ചിരി പീസ് വലുതായി പോകണം, ഞാൻ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അധികം മുതിർന്ന ആളുകൾക്കൊന്നും അധികം ഇഷ്ടപ്പെടില്ല. എന്നാലും നമ്മുടെ മയണൈസ് ഉണ്ടല്ലോ, മയണൈസാണ് കേട്ടോ. ഒരു 4-5 ടീസ്പൂൺ മയണൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടണമെന്നെങ്കിൽ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ 5 ടീസ്പൂൺ മയണൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മയണൈസിൽ ഉപ്പിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾസിനകത്ത് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടേണ്ടുന്ന കാര്യമില്ല. ഈ മയണൈസിൽ ഉപ്പിൽ തന്നെ ആ ഒരു എല്ലാം ബാലൻസ് ആയിട്ട് കിട്ടും. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഉണ്ടായതുകൊണ്ട് കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ കുറച്ച് സ്പൈസസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇനി നമ്മൾ ആ പൊരിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് കോണോട് കോൺ വെച്ച് നമുക്കൊന്ന്
കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ശ്രദ്ധയോട് കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നാലും പെട്ടെന്നൊന്നും മുറിഞ്ഞൊന്നും പോകത്തില്ല, പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ആകെ നല്ല നല്ല സ്പേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്പേസ് നമ്മൾ മറ്റേതിൽ നല്ല എന്താണ് ഒരു സൈഡ് വെന്തിട്ട് തിരിച്ചിടുമ്പോഴത്തേക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. സ്പേസ് കാണും, രണ്ട് സൈഡും കാണും, പക്ഷേ ഇത്രയും സ്പേസ് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനായിട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അത്രത്തോളം കുത്തി നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് സോസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു പോകുമെന്ന്. അങ്ങനെയാണോ എല്ലാവർക്കും? എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു 2 എണ്ണം കഴിച്ചാൽ അത്യാവശ്യം നല്ല വയറ് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.